ഇപ്പൊ എനിക്കൊരു പാർസൽ വന്നു, പക്ഷെ ഇതിനകത്ത് എന്താന്ന് സത്യമായിട്ട് എനിക്കറിയില്ല എന്താ ഇതിനകത്തെന്നുള്ളത്. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. വലിയ കാര്യത്തിൽ വേഗം ഓർഡർ ചെയ്യും. നമ്മൾ സാധാരണ പ്രോഡക്റ്റ് ഒക്കെ വേഗം ഓർഡർ ചെയ്യും, പക്ഷെ ഡെലിവറി ബോയ് വന്ന് പ്രോഡക്റ്റ് തരുമ്പോൾ ഇതെന്താ നമുക്ക് എൻ്റെ ഓർഡർ എല്ലാം എനിക്ക് സർപ്രൈസാ. കാരണം ഇതിനകത്ത് എന്താന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എന്തായിരിക്കും അങ്ങനെ എപ്പോഴും ഞാൻ സർപ്രൈസ് ആയിരിക്കും. അപ്പം നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആക്ച്വലി ഇത് എനിക്ക് ആവശ്യമുള്ള സാധനം നോക്കാം. എന്താ ഇത്? ഓക്കെ ഓക്കെ ഓക്കെ, ഇത് എനിക്ക് കണ്ട എനിക്കിങ്ങനെ ഓർമ്മ വരും. ഓപ്പൺ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതായിരുന്നോ അങ്ങനെ എനിക്ക് തോന്നും. ആക്ച്വലി ഞാനൊരു ചെരുപ്പ് ഓ മൈ ഗോഡ് ഓലല്ലേ പിന്നെ താഴെ വീഴും. ഞാൻ ചെരുപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹൈ ഹീലുള്ള ചെരുപ്പ്. ആക്ച്വലി എൻ്റെ പൊട്ടിപ്പോയി. അപ്പോൾ ഈ സ്റ്റിച്ചിങ് കണ്ടപ്പം ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. മീൻസ് ഞാൻ ഇതുപോലെ ഹീലുള്ള ഒരു ചെരുപ്പ് മേടിച്ചിട്ട് പുറത്ത് ആളുകളുടെ കുടയൊക്കെ ബാഗൊക്കെ തുന്നുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് കൊടുത്ത് എക്സ്ട്രാ പൈസ കൊടുത്ത് ഇതുപോലെ തുന്നിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ബലത്തിൽ നിന്നു. പക്ഷെ ഇവിടെ പൊട്ടിപ്പോയിട്ടോ. അത് ഇനി എങ്ങനെയാ പൊട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ചെരുപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഹൈ ഹീലുള്ള ചെരുപ്പ് സാരി എടുക്കുമ്പോൾ എനിക്ക് വേണമായിരുന്നു. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ബലം ഉണ്ടാവും എന്ന് വിചാരിച്ച് എടുത്തതാ. പക്ഷേ പിങ്ക് വൈറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് എനിക്കറിയില്ല. പക്ഷെ സംഭവം ഓക്കെ, ഞാൻ ഓർഡർ ചെയ്തതാ. എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ എല്ലാ ഓർഡറും ഇങ്ങനെയാണ്. വരുമ്പോൾ എനിക്കറിയില്ല. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ സർപ്രൈസ് ആവും. എന്നിട്ട് ഞാൻ ഇതായിരുന്നല്ലേ ഓർഡർ ചെയ്തായിരുന്നു തോന്നും. അപ്പോൾ എന്നെ പോലെ ഇങ്ങനെ ഓർഡർ ചെയ്യും, പിന്നെ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഏത് പ്രോഡക്റ്റ് എത്ര രൂപയുടെ എന്നൊക്കെ ചിന്തിക്കുന്നത്. പിന്നെ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പൈസ കരുതി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ടെൻഷൻ അവിടെ ഒരു ചിന്ത വരുന്നില്ലല്ലോ. ആ പ്രോഡക്റ്റിന് എപ്പോൾ വരുമ്പോൾ കയ്യിൽ പൈസ കരുതി വെക്കണം അങ്ങനെയില്ല. പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഓർഡർ ചെയ്യുക. കാരണം ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുമ്പോൾ എക്സ്ട്രാ നമുക്ക് പൈസ പോവല്ലേ. എപ്പോഴാണെങ്കിൽ നമ്മൾ ആ പൈസ കൊടുക്കണം. അപ്പോൾ എക്സ്ട്രാ പൈസ പോലെയനുസരിച്ച് ഞാൻ എപ്പോഴും പ്രോഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെ ഓർഡർ ചെയ്യാം. അപ്പോൾ ചെരുപ്പായിരുന്നു. ഈ ചെരുപ്പ് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാം കേട്ടോ. സെറ്റാ, ബൈ ബൈ.